കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പരിധി വിട്ടുവെന്ന ഹൈക്കമാൻഡ് വിലയിരുത്തൽ. സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടൽ എങ്ങനെയാണ്? ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ പരിധി വിടുന്നു എന്ന വിലയിരുത്തലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു. തുടക്കം മുതൽ തന്നെ ആ ചർച്ച വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇവിടെ നേതാക്കൾ അത് കേൾക്കാതെ മുന്നേറുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയുടെ വീഡിയോ, രമേശ് ചെന്നിത്തല തന്റെ പ്രൊഫൈൽ പ്രസംഗങ്ങൾ വിശദീകരിക്കുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ നേതാക്കൾ ഇനി മിണ്ടാതിരിക്കുമോ റോഷിപാൽ? ശ്രുതി, കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം KPCC തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇനി മുഖ്യമന്ത്രി ചർച്ച പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കർശന നിർദ്ദേശം നൽകിയിട്ട് പോലും നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊഴുക്കുകയാണ്. ഇങ്ങനെ ഒരു ഇടപെടലിന് വഴിയൊരുക്കിയത് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കർശനമായ നിലപാട് പരസ്യമായി സ്വീകരിച്ചതോടെയാണ്. അതേസമയം തന്നെ ഈ മുഖ്യമന്ത്രി ചർച്ചയുടെ തുടർച്ചയായി നേതാക്കൾക്കെതിരെയുള്ള അധിക്ഷേപം വ്യാപകമായി വരുന്നുണ്ട്. ആ അധിക്ഷേപം വ്യാപകമായി വന്നത് വല്ലാത്ത രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന വിലയിരുത്തൽ ഉണ്ട്. കാരണം നേരെ മറിച്ച് നേതാക്കളെക്കുറിച്ച് പ്രകീർത്തിച്ചിട്ടുള്ള വീഡിയോകൾ, എഴുത്തുകൾ, അങ്ങനെ പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതേസമയം തന്നെ മറ്റ് നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അങ്ങനെയുള്ള ആഹ്വാനങ്ങളൊക്കെ ഉണ്ടായതാണ് ഹൈക്കമാൻഡ് പെട്ടെന്ന് ഇടപെടാൻ കാരണം. ഇന്നലെ ദീപാദാസ് മുൻഷി VD സതീശനുമായി ആശയവിനിമയം നടത്തിയതാണ്. ഏതായാലും ഈ വിഷയത്തോടുകൂടി ഇനി നേതാക്കൾ ഇതിൽ നിന്ന് പിന്നോക്കം പോകുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കമാൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നുണ്ട്, ഹൈക്കമാൻഡ് ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ നേതാക്കൾ കേൾക്കണ്ടേ? അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി.